അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മിസ്റ്ററി ഡ്രാമ മോഡിലുള്ള ഒരു പടമാണ് മാരീസൺ. ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് പടം ഫീൽ ചെയ്യുക. ഇൻ ടോട്ടൽ ഒരു ഫീൽ ഗുഡ് മോഡിലൊക്കെ പോയി, എന്നാൽ ആവശ്യത്തിന് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ചിട്ട് കുറേ സസ്പെൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പടം പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ പടത്തിന് ഇഷ്ടമായി. ഇതിലെ ഇവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ലൈൻ അടക്കം നല്ല രസമുണ്ട്. കുറച്ച് സസ്പെൻസുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പടം പോകുന്നതെങ്കിലും ഇതിലൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ റൺ ടൈമാണ്. ഒരു 2-2.5 മണിക്കൂറിന് മുകളിൽ എന്തുകൊണ്ട് ഈ പടം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ അതിലും താഴേക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പടത്തിൽ. ഇപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലായി അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാര്യം നമുക്ക് പിടികിട്ടിയെന്ന് ഓഡിയൻസിന് മനസ്സിലായിട്ട് പോലും ചില സീക്വൻസുകൾ അയ്യോ കാണിച്ച് തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കില്ല. അങ്ങനത്തെയാണ് ഒട്ടുമിക്ക എല്ലാ സീക്വൻസുകളും പടത്തിൻ്റെ. അതിപ്പോൾ ഇന്ന പർട്ടിക്കുലർ ഷോട്ടെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മാത്രമാണോ സെക്കൻഡ് ഹാഫിൽ മാത്രമേ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. ഇൻ ടോട്ടൽ ഓഫ് ദി മൂവിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തും പല സീക്വൻസുകളും ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട് എന്നത് മാത്രമാണ് ഏക പ്രശ്നമായിട്ട് എനിക്ക് ഒരു പടത്തിന് തോന്നുന്നത്. എന്നാൽ പോലും അത് നമുക്ക് ബോറടിക്കുമെന്ന് വെച്ചില്ല. നമുക്കൊരു ഓക്കെ മനസ്സിലായി, അടുത്ത പോട്ടെ, അടുത്ത പേജ് മറക്കി നമ്മൾ പറയില്ല, ആ ഒരു പരിപാടി മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ നോക്കിയാൽ ഇവരുടെ പെർഫോമൻസും ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നീറ്റായിട്ടാണ് വർക്കായിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഒരു അമേച്ചർ ഫീൽ അതിൻ്റെ ഇപ്പോൾ മേക്കിങ്ങിനാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഇപ്പോൾ പ്ലോട്ടിൽ കുറേ മിസ്റ്റേക്കുകളും അങ്ങനത്തെ കുറേ ഇപ്പോൾ ലോജിക്കില്ലാത്ത കാര്യങ്ങളും അങ്ങനത്തെ കുറേ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഈ 2 ക്യാരക്ടേഴ്സ് ഫഹദും വടിവേലും ഇവർ രണ്ടുപേരും തന്നെയാണ് ഈ പടത്തിൻ്റെ ടോട്ടൽ പില്ലർ എന്ന് പറയാം. അവരിലൂടെ തന്നെയാണ് ഈ പടം മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. സോ അവരുടെ പെർഫോമൻസ് നന്നായി നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ മറന്നുപോകും. ചില സീക്വൻസുകളൊക്കെ കുറച്ച് അല്ലെങ്കിൽ പടം കഴിഞ്ഞിട്ടായിരിക്കും ഒക്കെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റൺ ടൈം അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നണമെന്നില്ല. എനിക്ക് ബാക്കിയെല്ലാം ഓക്കെ, ഇതിൻ്റെ റൺ ടൈം കുറച്ചും കൂടി ഇതിന് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഭയങ്കര അധികം സസ്പെൻസ് നടന്ന സാധനമായിരിക്കും. ഇതിലെന്താ നടക്കാൻ പോകുന്നൊരു പിടുത്തം ഉണ്ടാവില്ല. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് തോന്നിയിരുന്നു എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. അതൊന്നുമല്ല, ഒരുപാട് വട്ടം ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടു. അത് വേണമെന്ന് വെച്ച് കണ്ടതല്ല. ഈ തിയേറ്ററിൽ പല സമയത്ത് പോകുമ്പോൾ പല സിനിമകളും തുടങ്ങുന്നതിന് മുമ്പ് ഇൻ്റർവെലിനൊക്കെ ഇതിൻ്റെ ട്രെയിലർ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. സോ ആ ഒരു ട്രെയിലറിൽ കിട്ടിയ അത്രയും ഒരു ഇമ്പാക്റ്റ് പടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറി ലൈനുള്ള കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ച് അത്യാവശ്യം നീറ്റായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ് മാരീസൺ. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.